ലിറ്റിൽ കൈറ്റ്സ് പുരസ്കാരം ജില്ലാതലത്തിൽ ഗവൺമെന്റ് VHSS വീരണകാവിന് മികച്ച നേട്ടം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ IT അധിഷ്ഠിത പദ്ധതിയായ ലിറ്റിൽ കൈറ്റ്സിലെ മികച്ച യൂണിറ്റിനുള്ള ജില്ലാതല പുരസ്കാരം ഗവൺമെന്റ് VHSS വീരണകാവ് നേടി. ജില്ലയിൽ 2ാം സ്ഥാനമാണ് സ്കൂളുകളിൽ ലഭിച്ചത്. ആനിമേഷൻ പ്രോഗ്രാമിന് മീഡിയ ആൻഡ് ഡോക്യുമെന്റേഷൻ, പബ്ലിഷിംഗ്, റോബോട്ടിക്സ് മുതലായ പഠനമേഖലകളിലെ മികവും ഈ മികവ് സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ചതുമാണ് സ്കൂളിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത്. അറിയപ്പെടാത്ത എഴുത്തുകാരുടെ ബുക്കുകൾ പബ്ലിഷ് ചെയ്തതും സർക്കാർ ലഭ്യമാക്കുന്ന സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കാനായുള്ള പ്രവർത്തനങ്ങളും തൊഴിലുറപ്പ് മേഖലകളിലും അയൽക്കൂട്ടങ്ങളിലും കടന്നുചെന്ന് സൈബർ സുരക്ഷയും നിർമ്മിത ബുദ്ധിയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തതും യൂണിറ്റിന്റെ നേട്ടങ്ങളായി മാറി. ഹെഡ്മിസ്റ്റർ സന്ധ്യ ടീച്ചറിന്റെയും നേതൃത്വവും കൈറ്റ് മെമ്പർമാരായ ലിസി ടീച്ചർ, സുരജ ടീച്ചർ എന്നിവരുടെ സഹായവുമാണ് ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളെ ഇത്തരത്തിൽ മികവിന് പ്രാപ്തരാക്കിയത്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ നേട്ടമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ലിറ്റിൽ കൈറ്റ്സ് പുരസ്കാരം. നമ്മളിപ്പോ ജില്ലാതലത്തിൽ നമ്മളിപ്പോ 2ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അതെ, ജില്ലാ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്താണ്. ഏതൊക്കെ മേഖലകളിലുള്ള മികവ് കണക്കാക്കിയിട്ടാണ് നമുക്ക് ഈ അവാർഡ് കിട്ടുന്നത്? കുട്ടികളുടെ കൈറ്റ് മേഖലയിൽ അവരുടെ സാമൂഹ്യ പ്രതിബദ്ധത, വൃദ്ധജനങ്ങളോടുള്ള പ്രതിബദ്ധത, അതോടൊപ്പം മറ്റു കുട്ടികളെ സഹായിക്കാനും നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ICT സാധ്യത ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാനും, അതുപോലെ വീട്ടമ്മമാർക്ക് അവരുടെ ഈ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗങ്ങൾ അല്ലെങ്കിൽ അതിന്റെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ക്ലാസ് കൊടുക്കുക, കൂട്ടത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുക, ഭിന്നശേഷി കുഞ്ഞുങ്ങളെ കൂടി ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവരിക, അവരെ അതിൽ പങ്കാളികളാക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തലങ്ങളെ സ്പർശിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മളെ ഈ മികവിന് അല്ലെങ്കിൽ ഈ അംഗീകാരത്തിന് അർഹയാക്കിയത്. ഈ ആനിമേഷൻ അതുപോലെ പ്രോഗ്രാമിംഗ് ആ മേഖലകളിൽ അതെ, ആനിമേഷൻ ഉണ്ട്. അത് ഓരോ മേഖലയിലും, അതായത് സ്കൂളിന്റെ എല്ലാ തലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ മലയോര ഗ്രാമത്തില് കുട്ടികളുടെ പാരന്റ്സ് അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ കുട്ടികൾ നല്ല മിടുക്കരാണ്. നമ്മുടെ സിറ്റിയിലുള്ള സ്കൂളുകളെ വെല്ലുന്ന രീതിയിൽ ഉള്ള പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത്. പക്ഷെ അതിനുള്ള ഭൗതിക സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം 3ാം സ്ഥാനമാണ് ഈ സ്കൂളിന് കിട്ടിയത്. വലിയ വലിയ സ്കൂളുകൾ, അതായത് 2800ഓളം സ്കൂളുകളിൽ കിടപിടിച്ചാണ് നമ്മൾ 3ാം സ്ഥാനത്ത് എത്തിയത്. അപ്പൊ അതിൽ വളരെ യാഥാർത്ഥ്യം അഭിമാനമുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്കത് ലാപ്ടോപ്പുകൾ പോലും ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തതും, അതുപോലെ ലാപ്ടോപ്പ് ഒന്നും വീട്ടിലില്ല, കുട്ടികൾക്കില്ല. ഇവിടെയാണ് എപ്പോഴും ഒരു തുറന്ന പുസ്തകമായിട്ട് അല്ലെങ്കിൽ ഒരു തുറന്ന സ്ഥാപനമായിട്ടാണ് ഈ നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലാസ് റൂമുകൾ ഇട്ടേക്കുന്നത്. കാരണം കുട്ടിക്ക് എപ്പോഴും എവിടെയും കയറി ചെന്ന് ഇത് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂള് സെർച്ച് ചെയ്യാൻ വന്ന വിദഗ്ധർ പോലും ആ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി. കുട്ടിക്ക് എപ്പോഴും ഏതവസരത്തിലും മെന്റർമാരോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വിടുക. അതോടൊപ്പം എനിക്കുള്ളൊരു ചാരിതാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളാരും പഠിച്ച സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടാതെ പോയത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് സാങ്കേതികത്വം, അവരെവിടെ പോയാലും ഈ കമ്പ്യൂട്ടർ പഠനം, ഈ ഡിജിറ്റൽ സാങ്കേതികത്വം, അതുപോലെ ഈ ITC സാധ്യതയൊക്കെ അവർക്ക് ഉയർന്ന വിദഗ്ധ പഠനങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, ലിറ്റിൽ കൈറ്റ്സിന്റെ മത്സരത്തിൽ നമുക്ക് ജില്ലയിൽ 2ാം സ്ഥാനം നേടാൻ കഴിഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം 3ാം സ്ഥാനവും നേടി. പക്ഷേ ഈ പ്രാവശ്യം സംസ്ഥാനത്തിൽ നമ്മൾ 1ാം സ്ഥാനത്ത് പോകേണ്ടതാണ്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് നമ്മളിപ്പോൾ പിന്നിലോട്ട് കുറച്ച് വലിഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും എല്ലാവരും കഴിവുറ്റവരാണ്. അവർക്ക് അതിൻ്റെതായ ഭൗതിക സാഹചര്യവും കാര്യങ്ങളും എല്ലാം ഉയർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് തന്നെ വരും. എല്ലാ സ്കൂളുകളും ബാക്കിയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളെക്കാളും 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഇതിൽ തന്നെ നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും. പിന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ ഇതിന്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെ ഈ നിൽക്കുന്ന നമ്മൾ SMC അല്ലെങ്കിൽ വേറെ അവരുടെ ആരുടെയും കുത്തകയല്ല. ഇതിന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ ലിസി ടീച്ചറാണ്. ടീച്ചർ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് സ്വന്തം കയ്യിൽ നിന്ന് പൈസകളും ചിലവാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നത് ലിസി ടീച്ചർ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ HM മാഡവും ഇതിനു വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും പൂർണ്ണമായിട്ട്. അതിലുപരി നമ്മുടെ ഹൈസ്കൂളിന്റെ നമ്മുടെ സ്കൂളിന്റെ തന്നെ ഫുൾ ടീച്ചേഴ്സ് എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, പല ക്ലാസ്സുകളിലും ഇപ്പോഴും ക്ലാസ് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഗവൺമെന്റ് സ്കൂളുകളിൽ ഇങ്ങനെ മുമ്പ് കാലങ്ങളിൽ ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ ഇപ്പം ഈ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ കണ്ടറിയാം, ഇവിടെയും ഇപ്പം ക്ലാസ് നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് എന്തിനാണ്? കുട്ടികളുടെ മികവെച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ. അത് ഇവരുടെ ഡെഡിക്കേഷൻ കൊണ്ടാണ്, ഈ ടീച്ചേഴ്സിന്റെ ഡെഡിക്കേഷൻ കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ അവർക്ക് ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോലെ അവധി ദിവസങ്ങളിൽ എന്തിനാണ് വരുന്നത്? അവർ എന്നാലും വന്ന് കുട്ടികളെ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. അതിന് ഞങ്ങളുടെ വകയുള്ള
പൂർണ്ണമായ പിന്തുണയും ഞങ്ങൾ എപ്പോഴും ടീച്ചേഴ്സിന്റെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഗവൺമെന്റ് VHSS വീരണകാവിലെ ലിറ്റിൽ കൈറ്റ്സിലെ കുഞ്ഞുങ്ങളാണ് ഈ ഇരിക്കുന്നതെല്ലാം. ഞാൻ അവരുടെ മെന്ററാണ്. അതുപോലെ ഞങ്ങൾ 2 മെന്റേഴ്സാണുള്ളത്, ഞാനും സുരജ ടീച്ചറും. ഞങ്ങൾ വളരെ സമർപ്പണ ബോധത്തോടെ ഞാനും എൻ്റെ കുട്ടികളും പ്രിയപ്പെട്ട HMന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിനെ പരമാവധി ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. സാധാരണ നിലയിൽ വളരെ വലിയ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് പഠിക്കുന്ന കോഴ്സുകളാണ് ആനിമേഷൻ, റോബോട്ടിക്സ്, ഗ്രാഫിക് ഡിസൈനിങ് മുതലായവ. പക്ഷെ ഇവിടെ നമുക്ക് സർക്കാർ തരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ ആനിമേഷൻ ആയാലും റോബോട്ടിക്സ് ആയാലും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും എല്ലാ തരത്തിലും സമഗ്രമായ വികസനത്തിലൂടെ അവരെ ഉന്നതിയിലെത്തി എത്തിക്കാൻ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു മാധ്യമമാണ്. അത് ഞങ്ങൾ പരമാവധി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലാപ്ടോപ്പുകളായാലും ഞങ്ങളുടെ റോബോട്ടിക് കിറ്റുകളായാലും അതുപോലെ ഞങ്ങൾ തന്നെ പണം സമാഹരിച്ച് വാങ്ങിയ റോബോട്ട് കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളുടെ കുട്ടികൾ എല്ലാ ആക്ടിവിറ്റികളിലൂടെയും മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. HMന്റെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ ഞാനും സുരജ ടീച്ചറും ഞങ്ങളുടെ കുട്ടികളും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് വീരണകാവ് എന്ന് പറയുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായ കുഞ്ഞുങ്ങളെ ഉന്നതിയിലെത്തിക്കാനും ഈ പ്രദേശം വളരെ പ്രശസ്തിയിലേക്ക് ഉയരാനും കഠിനമായി ഞങ്ങൾ പരിശ്രമിച്ചു വരികയാണ്. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ വീരണകാവ് സ്കൂളിൽ ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഈ പരിശീലനം അവരിൽ മാത്രം ഒതുങ്ങാതെ നാട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും തൊഴിലുറപ്പ് മേഖലകളിലായാലും അയൽക്കൂട്ടങ്ങളിലായാലും അവരുടെ സ്വന്തം വീട്ടിലായാലും ബന്ധുജനങ്ങളുടെ ഇടയിലായും കടന്നു ചെന്നുകൊണ്ട് ഈ സാങ്കേതിക വിദ്യ അവർ പകർന്നു നൽകുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് തൊഴിലുറപ്പ് രംഗത്ത് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പാമ്പുകളെ കുറിച്ചുള്ള ഭയമാണ്. സർക്കാർ തന്നെ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് എത്ര പേർക്കറിയാം? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാർ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പ് സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഈ സർപ്പ ആപ്പ് അവർക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ സ്കൂളിൽ വെച്ചാൽ ആരും തന്നെ ഇങ്ങോട്ട് വരില്ല. കാരണം എല്ലാവരും ഡെയിലി വേജസ് ആണ്, കൂലി വേലയ്ക്ക് പോകുന്ന ആളുകളാണ്. അവരെ കൊണ്ട് ഇവിടെ വന്ന് സമയം കളയാൻ കഴിയില്ല. ഒരു ദിവസം ഇങ്ങോട്ട് വരണമെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വേതനമാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെവിടെയാണോ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് എവിടെയൊക്കെയാണെന്ന് ഞങ്ങൾ അന്വേഷിക്കും. പൂവച്ചൽ മേഖലയിലായാലും കള്ളിക്കാട് പഞ്ചായത്തിന്റെ മേഖലകളിലായാലും ഞങ്ങൾ കടന്നു ചെല്ലും. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ലാപ്ടോപ്പും അതുപോലെ മൊബൈലും ഒക്കെ ആയി പോയിട്ട് സർപ്പ ആപ്പ് പോലെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തും. കർഷകർക്കായി കതിർ ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അത് നമ്മുടെ സാധാരണ കർഷകർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് ഞങ്ങൾ കുട്ടികളുമായി ചെല്ലുന്നു. ഈ കതിർ ആപ്പിനെ കുറിച്ച് സാധാരണക്കാരായ കർഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മിക്കവാറും എല്ലാവർക്കും സ്മാർട്ട് ഫോൺ ഉള്ളവരാണ്. അപ്പൊ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുന്നു. മാത്രമല്ല, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതോടൊപ്പം അതോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഫേക്ക് ആയിട്ടുള്ള വീഡിയോകളും അതുപോലെ നമ്മളിപ്പോൾ തീർത്തും കേൾക്കുന്നതാണ് ബാങ്ക് വഴിയുള്ള തട്ടിപ്പുകൾ. അത് മനസ്സിലാക്കിക്കാനായി ഞങ്ങളുടെ കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തൊഴിലുറപ്പ് മേഖലകളിലും അതുപോലെ അയൽക്കൂട്ടങ്ങളിലും കടന്നു ചെന്നുകൊണ്ട് സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വീരണകാവ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ഈ വർഷത്തെ സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ ലിറ്റിക്കേഴ്സിൻ്റെ ഹൈടെക് വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ലിറ്റിക്കേഴ്സ് പലതരം വഴികൾ തുറന്നു തന്നു. ഗ്രാഫിക്സ്, ആനിമേഷൻ, പ്രോഗ്രാമിംഗ് എന്നീ അനവധി മേഖലകൾ ഞങ്ങൾക്ക് വഴികാട്ടികളായി ലിറ്റിക്കേഴ്സ് മാറി. ഇന്ന് ഞങ്ങൾക്ക് പുതിയ മേഖലകളിലോട്ട് എങ്ങനെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾക്ക് ലിറ്റിക്കേഴ്സ് എന്ന മാധ്യമം ഞങ്ങളെ അറിയിച്ചു. ഞങ്ങളുടെ മെമ്പറായ ലിസ് ടീച്ചറാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത്. അതിലുപരി ഞങ്ങളുടെ മെമ്പറും കൂടിയായ സുജയ ടീച്ചർ ഞങ്ങളെ സഹായിച്ചു. ഈ രണ്ടുപേരും ചേർന്നാണ് ഞങ്ങൾക്ക് കൈത്താങ്ങായി മാറിയത്. ഇന്നത്തെ ഞങ്ങളുടെ ഈ നിലയിലെത്താൻ ഏറ്റവും കാരണം ഞങ്ങളുടെ ലിസ് ടീച്ചറും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുജയ ടീച്ചറുമാണ്. നമ്മുടെ സ്കൂളിന് ഇത്രയും വികസനം ഉണ്ടാവാൻ കാരണം, അതായത് കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ ഇത്രയും വികസനം ഉണ്ടാവാൻ കാരണം പിന്തുണയിൽ നിന്ന HMഉം PT അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മുടെ ഈ വിജയത്തിൽ ഒരു പിന്തുണയും കൈത്താങ്ങും
എൻ്റെ പേര് ലയന, ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള കുടുംബശ്രീകളിലും തൊഴിലുറപ്പ് സംഘടനകളിലും വലിയ ക്രെഡിറ്റ് ഉള്ള ഒരു മേഖലയാണ് നമ്മുടെ സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുമ്പോൾ. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന അറിവുകളും പിന്നെ റോബോട്ടിക്സ് അങ്ങനെയുള്ള എല്ലാ അറിവുകളും ഞങ്ങൾ കുടുംബശ്രീകളിലും പിന്നെ തൊഴിലുറപ്പുകളിലും പോയി പങ്കുവയ്ക്കുന്നത് കൊണ്ട് അവർക്ക് ഇനിയും ആവശ്യമാണെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മളോട് പറയുന്നുണ്ട് ക്ലാസ്സുകളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബശ്രീ തന്നെ വന്ന് ക്ലാസ് എടുക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സ് ഈ ഒരു ബാച്ച്, നമ്മുടെ സ്കൂളിലെ ഈ ലിറ്റിൽ കൈറ്റ്സ് ബാച്ച് എന്ന് പറയുന്നത് അവർക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.